IPL-ന്റെ 18ാം സീസണിലും തകർപ്പൻ പ്രകടനത്തോടെ കയ്യടി നേടുകയാണ് സായി സുദർശൻ. ഗുജറാത്ത് ടൈറ്റൻസ് ഇത്തവണ നിലനിർത്തിയ സായി സുദർശൻ ഓപ്പണർ റോളിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. സമ്മർദ്ദ ഘട്ടങ്ങളിൽ പ്രതിരോധിച്ചും മോശം പന്തുകളെ കടന്നാക്രമിച്ചും മത്സരത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് ശോഭിക്കാൻ സായി സുദർശന് സാധിക്കുന്നുമുണ്ട്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് സ്ഥിരതയോടെ കളിക്കാൻ സായി സുദർശന് സാധിക്കുന്നുണ്ട് എന്നതാണ്. ഇന്ത്യയുടെ T20 ടീമിൽ ഇടം നോട്ടമിടുന്ന താരങ്ങളിൽ ഒരാളാണ് സായി സുദർശൻ. കഴിഞ്ഞ സീസണുകളിലൂടെ തന്നെ സായി സുദർശനെ ഇന്ത്യ പരിഗണിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ഓപ്പണിംഗിൽ ആരെ പരിഗണിക്കുമെന്ന് ഇതിനോടകം തന്നെ തലപുകയ്ക്കുന്ന പരിശീലകൻ ഗൗതം ഗംഭീറിന് കൂടുതൽ സമ്മർദ്ദം നൽകുകയാണ് സായി. സഞ്ജു സാംസണെയും യശസ്വി ജയ്സ്വാളിനെയും അഭിഷേക് ശർമ്മയും മറികടന്ന് സായി സുദർശനെ ഇന്ത്യ T20 ടീമിലേക്ക് പരിഗണിക്കുമോ എന്നത് ഇനി കണ്ടറിയണം. ഇന്ത്യ നിലവിലെ T20 ലോകകപ്പ് ജേതാക്കളാണ്. പവർ പ്ലേയിൽ തകർത്തടിച്ച് കളിക്കുക എന്നതാണ് ഇന്ത്യയുടെ പദ്ധതി. അതുകൊണ്ടാണ് ഇതിന് അനുയോജ്യമായ താരങ്ങളെ ഇന്ത്യ ഇപ്പോൾ ടീമിലേക്ക് കൊണ്ടുവരുന്നത്. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും യശസ്വി ജയ്സ്വാളും എല്ലാം ഇത്തരത്തിൽ ഉയർന്ന സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ സായി സുദർശന്റെ ശൈലി കൊണ്ട് ഇന്ത്യൻ ടീമിലേക്ക് എത്താനായേക്കില്ല. എന്നാൽ സായി സുദർശൻ പ്രകടനം കൊണ്ട് മികവ് കാട്ടുമ്പോൾ സെലക്ടർമാർക്ക് കണ്ണടയ്ക്കാനുമാവില്ല. ആങ്കർ റോളിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സായി സുദർശന് കഴിവുണ്ട്. വിരാട് കോഹ്ലി കളമൊഴിഞ്ഞ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ആങ്കർ റോളിലേക്ക് പരിഗണിക്കാവുന്ന താരമാണ് സായി സുദർശൻ. കൂടാതെ സ്ഥിരതയോടെ കളിക്കുന്ന താരം ടീമിൽ അവസരം അർഹിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. കൂടാതെ ഈ സീസണിൽ കളിച്ച 3 മത്സരത്തിൽ 2 50യും RCBക്കെതിരെ 49 റൺസും നേടാൻ സായി സുദർശന് സാധിച്ചിട്ടുണ്ട്. സ്ഥിരതയോടെ കളിക്കാൻ സായി മിടുക്കനാണ്. ഗുജറാത്തിന്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് കളിക്കാൻ സായിക്ക് സാധിക്കുന്നുമുണ്ട് എന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ ഗുജറാത്തിനൊപ്പം നടത്തുന്ന ഈ പ്രകടനം വിലയിരുത്തി താരത്തെ ഇന്ത്യയുടെ T20 ടീമിലേക്ക് വിളിക്കാനാവില്ല. ഇതിന് കാരണം ഇന്ത്യ ആവശ്യപ്പെടുന്നത് മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ കഴിവുള്ള ഓപ്പണറെയാണ്. എന്നാൽ പ്രകടനങ്ങളിലെല്ലാം താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് അത്ര മികച്ചതല്ല. ഇന്ത്യ ഓപ്പണിംഗിൽ 170 മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ പവർ പ്ലേയിൽ മിന്നിക്കാൻ സാധിക്കുന്ന താരത്തെയാണ് ആഗ്രഹിക്കുന്നത്. ഈ റോളിൽ സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ എന്നിവരെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ സായി സുദർശനെ T20യിൽ ഇന്ത്യൻ ടീമിലേക്ക് എത്തുക പ്രയാസമാണെന്ന് തന്നെ പറയാം. IPL-ൽ മാത്രമല്ല ആഭ്യന്തര ക്രിക്കറ്റിലും തകർപ്പൻ പ്രകടനമാണ് സായി സുദർശൻ കാഴ്ചവെക്കുന്നത്. ക്ലാസിക് ശൈലിയിൽ കളിക്കുന്ന ഇടം കയ്യൻ ബാറ്റ്സ്മാൻ പേസിനെയും സ്പിന്നിനെയും ഒരുപോലെ നേരിടാൻ മിടുക്കനാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ സായി സുദർശനെ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിച്ചേക്കും. വരാനിരിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ സായിക്ക് ഇടം ലഭിക്കാൻ സാധ്യതകൾ ഏറെയാണ്. ഇന്ത്യ ടീമിനൊപ്പം ശോഭിക്കുന്ന ചില താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരാൻ പദ്ധതിയുണ്ടെന്ന കാര്യം പരിശീലകൻ ഗൗതം ഗംഭീർ തന്നെയാണ് തുറന്നു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സായിക്ക് ഇന്ത്യൻ ജേഴ്സിയിലേക്ക് വിളി പ്രതീക്ഷിക്കാം.